ഇന്ന് നമ്മൾ പറയുന്നത് കുട്ടികളിൽ പാസിഫയറിൻ്റെ ഉപയോഗം, ആ നിപ്പിൾ ഉപയോഗം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് ഉപയോഗിക്കാൻ പാടുണ്ടോ, അഥവാ ഉപയോഗിക്കാൻ പാടുണ്ടോ എന്നുണ്ടെങ്കിൽ ഏത് പ്രായം തൊട്ട് ഏത് പ്രായം വരെ ഉപയോഗിക്കാം, എന്തൊക്കെയാണ് ഗുണങ്ങൾ, എന്തൊക്കെയാണ് ദോഷങ്ങൾ. അപ്പോൾ അതിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഈ പാരന്റിങ് ജേണിയുടെ ഭാഗമാവാൻ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെച്ചോളൂ. നമുക്ക് കാരണം ഓരോ ദിവസവും നമ്മൾ ന്യൂ ബോൺസിൻ്റെയും മറ്റു ബേബീസിൻ്റെ കാര്യം ഇടുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നേരിട്ട് ടോപ്പിക്കിലോട്ട് കടക്കാം. പാസിഫയർ ഉപയോഗിക്കാൻ പാടുണ്ടോ? അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് പാസിഫയറിൻ്റെ ഗുണങ്ങളും പാസിഫയറിൻ്റെ ദോഷങ്ങളും പറയാം. എന്താണ് പാസിഫയറിൻ്റെ ഗുണം? ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ കുഞ്ഞ് ഒരു പ്രീ ടേം ആയിട്ട് ജനിച്ച കുഞ്ഞാന്ന് വിചാരിക്കുക. വളരെ പ്രീ ടേം ആയി, ആ കുട്ടിക്ക് ഒരു 28 വീക്സ്, 29 വീക്സ്, 30 വീക്സ്. അപ്പം ഇങ്ങനെ ജനിക്കുന്ന കുട്ടികൾക്ക് ഒരു പ്രശ്നമുണ്ട്. അവർക്ക് സക്കിങ് അറിയില്ല. എങ്ങനെയാണ് ഒരു അമ്മയുടെ മുല സക്ക് ചെയ്യേണ്ടതെന്നുള്ളത് അറിയില്ല. അപ്പോൾ ആ സക്കിങ് പഠിപ്പിക്കാൻ വേണ്ടി NICUലൊക്കെ വെച്ചിട്ട് ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ അവർ നോൺ ന്യൂട്രിറ്റീവ് സക്കിങ്, അഥവാ പാൽ കുടിക്കാതെ ചുമ്മാ ഒരു സക്കിങ്ങിനെ മിമിക് ചെയ്യുന്ന സക്കിങ് കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്. അങ്ങനെ സക്കിങ് പഠിപ്പിക്കാൻ വേണ്ടി ഈ പാസിഫയർ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ നിങ്ങളല്ല, നമ്മുടെ NICUവിൻ്റെ അകത്ത് വെച്ച് ഡോക്ടർമാർ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അത് ഒരു ഹെൽപ്പ്. രണ്ടാമത്തത്, നല്ലൊരു സൂത്തനിങ് ഏജൻ്റാണ്. അതായത് ഒരു കരയുന്ന കുഞ്ഞിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യമാണ് പാസിഫയർ. അതിനുവേണ്ടി നിങ്ങൾക്ക് എടുക്കാൻ പറ്റും, പ്രത്യേകിച്ച് യാത്രയിലൊക്കെ. മൂന്നാമത്തെ ഒരു കാര്യം, നിങ്ങളെ കുട്ടിക്ക് ഒരു പ്രൊസീജിയർ, ഒരു കുത്തിവയ്പ്പ് എടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുകയാണ്, ആ സമയത്ത് കുട്ടി കരയാതിരിക്കാൻ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. നാലാമത്തെ ഒരു കാര്യം, കുഞ്ഞുങ്ങളിൽ 1 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളിൽ ഉണ്ടാകുന്ന അപ്രതീക്ഷിത മരണങ്ങളുണ്ട്. അതിൻ്റെ പേരാണ് സഡൻ ഇൻഫൻറ്റ് ഡെത്ത് സിൻഡ്രോം. അങ്ങനെയുള്ള മരണങ്ങളിൽ ഈ പാസിഫയർ വെച്ച് ഉറങ്ങുന്ന കുട്ടികളെ സംബന്ധിച്ച്, പാസിഫയർ വെക്കാതെ ഉറങ്ങുന്ന കുട്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള മരണങ്ങൾ തടയുന്നതിൽ ഈ പാസിഫയറിന് ഒരു റോള്, ഒരു ചെറിയ റിലേഷൻ കാണുന്നുണ്ട്. അതായത് ഈ പാസിഫയർ വെച്ച് ഉറങ്ങിയ കുട്ടികളിൽ ഇത്തരം മരണങ്ങൾ കുറവുള്ള പോലെ കാണുന്നുണ്ട്, സ്റ്റഡീസിൽ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം നിങ്ങൾ ഇനിയിപ്പോൾ ആ മരണങ്ങൾ കുറക്കാൻ വേണ്ടി എല്ലാ കുട്ടിക്കും പാസിഫയർ ഉപയോഗിക്കണം എന്നല്ല. അത് നമ്മൾ സഡൻ ഇൻഫൻറ്റ് ഡെത്ത് സിൻഡ്രോത്തിൻ്റെ വീഡിയോയിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പം എന്തായാലും ഈ 4 ഗുണങ്ങളാണ്. ഇനി ദോഷങ്ങളോ? ഒന്നാമത്തെ ദോഷം, നിങ്ങളെ കുഞ്ഞ് ബ്രസ്റ്റ് ഫീഡിങ് പ്രോപ്പറായി പഠിക്കുന്നതിന് മുമ്പ്, അഥവാ ബ്രസ്റ്റ് ഫീഡിങ് എസ്റ്റാബ്ലിഷ് ആവുന്നതിന് മുമ്പ്. എന്താണ് ബ്രസ്റ്റ് ഫീഡിങ് എസ്റ്റാബ്ലിഷ് ആവുക? ഒരു കുഞ്ഞിനെ നിങ്ങളുടെ ബ്രസ്റ്റിലോട്ട് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്മൂത്തായി, വളരെ ഈസിയായി നിങ്ങളെ കുഞ്ഞ് മുല കുടിച്ച് പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ആ സമയം തൊട്ട് നമുക്ക് പറയാം ബ്രസ്റ്റ് ഫീഡിങ് എസ്റ്റാബ്ലിഷ്ഡ് ആയി. അങ്ങനെ പ്രോപ്പറായി കുട്ടി ബ്രസ്റ്റ് ഫീഡിങ് പഠിച്ചു വരുന്നത് വരെ, ഈ പഠിച്ചു വരുന്നതിന് മുമ്പ് പാസിഫയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ബ്രസ്റ്റ് ഫീഡിങ് ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സാധാരണ ഒരു കുട്ടി എപ്പോഴാണ് ബ്രസ്റ്റ് ഫീഡിങ് എസ്റ്റാബ്ലിഷ്ഡ് ആവുക? യൂഷ്വലി 3 ആഴ്ച, ജനിച്ച് 3-4 ആഴ്ചക്കുള്ളിൽ ബ്രസ്റ്റ് ഫീഡിങ് എസ്റ്റാബ്ലിഷ് ആവും. ഇനി രണ്ടാമത്തെ ദോഷം, ഇത് ഉപയോഗിച്ചാൽ രണ്ടാമത്തെ ദോഷം, കുട്ടിയുടെ ചെവിയിൽ അണുബാധ വരും. ഇവിടെ സാധനം വെച്ചാൽ ഇവിടെ എങ്ങനെ അണുബാധ വരിക? കാരണം നമ്മുടെ വായിൽ നിന്നും ചെവിയിലൊരു ഒരു പൈപ്പ് ഉണ്ട്. അപ്പോൾ ആ ട്യൂബ് വഴി ഇൻഫെക്ഷൻ വരാമെന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തെ ഒരു പ്രശ്നം, ഇത് ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് മുമ്പിലെ പല്ല് തള്ളി വരുന്നുണ്ട്. അപ്പം ഈ 3 പ്രശ്നങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ വിചാരിക്കും എന്നാൽ പിന്നെ ഇത് ഉപയോഗിക്കാൻ പാടില്ലല്ലോ. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്, അത് ഞാൻ പറയാം. അപ്പൊ എന്ത് മനസ്സിലായി? ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. ഏതൊക്കെയാണ് ഗുണങ്ങൾ, ഏതൊക്കെയാണ് ദോഷങ്ങൾ, മനസ്സിലായല്ലോ. ഇനി നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുമോ നോക്കാം. ആദ്യം നോക്കുന്നത് എന്ന് തൊട്ട് ഉപയോഗിച്ച് തുടങ്ങാം, അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ. അപ്പൊ അതിന്റെ മുമ്പ് ഞാൻ പറയട്ടെ, ഇത് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചില സ്റ്റെപ്പ് എടുത്ത് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്, പ്രശ്നമില്ല. അപ്പൊ ആദ്യത്തെ ചോദ്യം, എന്ന് തൊട്ട് ഉപയോഗിക്കാം. അപ്പൊ എന്ന് തൊട്ട് ഉപയോഗിക്കാം, എന്ന് വരെ ഉപയോഗിക്കാം, അതൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നത് ഇതിന്റെ ഈ പാസിഫയർ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുമായിട്ടാണ്. ഞാൻ ആദ്യം പറഞ്ഞു ഏതൊക്കെയാണ് ഗുണങ്ങൾ, ഏതൊക്കെയാണ് ദോഷങ്ങൾ. ആ ദോഷങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഇനി ഞാൻ പറയണത്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ ദോഷം എന്താ? ഒരു കുട്ടിക്ക് ബ്രസ്റ്റ് ഫീഡിങ് എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നതിന്റെ മുമ്പ് നമ്മൾ കൊടുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ ആ കുട്ടി ബ്രസ്റ്റ് ഫീഡിങ് പ്രോപ്പറായി പഠിക്കൂല. അപ്പോൾ ഫസ്റ്റ് ചോദ്യത്തിന് ഉത്തരം, എന്നൊട്ട് ഉപയോഗിക്കാം. ഒരു കുട്ടി നല്ല രീതിയിൽ ബ്രസ്റ്റ് ഫീഡിങ് എസ്റ്റാബ്ലിഷ് ആയതിനു ശേഷം മാത്രം നിങ്ങൾ ഇത് ഉപയോഗിച്ച് തുടങ്ങാം. ഫസ്റ്റ് ഉത്തരം കിട്ടിയല്ലോ. 2, എത്ര കാലം ഉപയോഗിക്കുക എന്നുള്ളതാണ് അടുത്തത്. നമ്മൾ രണ്ടാമത്തെ സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രോബ്ലം എന്താ പറഞ്ഞത്? കുട്ടിക്ക് ചെവിയിൽ ഇൻഫെക്ഷൻ വരുന്നല്ല പറഞ്ഞത്. പക്ഷേ ഇങ്ങനെ ചെവിയിൽ ഇൻഫെക്ഷൻ വരുന്നത് ആർക്കാണെന്ന് പറഞ്ഞാൽ ഒരു 12 മാസമായിട്ടും അല്ലെങ്കിൽ 1 വയസ്സ് വരെ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോട്ട് ഇത് ഉപയോഗിക്കുന്നവർക്കാണ് ഇത് കാണുന്നത്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടി. എന്ന് നമുക്കത് നിയന്ത്രിച്ച് തുടങ്ങാം. അതിനുള്ള ഉത്തരമാണ് ഏകദേശം 1 വയസ്സാകുമ്പോഴത്തേക്കും നിങ്ങളത്
നിയന്ത്രിച്ച് തുടങ്ങണം, കഴിയുന്നത് ഒഴിവാക്കുക. ഇനി ഞാൻ മൂന്നാമത്തെ സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ ഇതുകൊണ്ടുള്ള മൂന്നാമത്തെ പ്രോബ്ലം എന്താ പറഞ്ഞത്, പല്ല് ഉന്തി വരിക. പക്ഷെ ഈ പല്ല് ഉന്തി വരുന്ന ആർക്കാണ്? ഒരു 18 മാസം കഴിഞ്ഞിട്ടും ഇത് ഉപയോഗിക്കുന്നവർക്കാണ് പല്ല് ഉന്തി വരുന്നത്. അപ്പൊ മൂന്നാമത്തെ ചോദ്യം എന്ന് തൊട്ട് പൂർണ്ണമായി ഒഴിവാക്കണം? 18 മാസം. അപ്പൊ ഇതുവരെയുള്ള ഡിസ്കഷൻ എന്ത് മനസ്സിലായി? നിങ്ങൾക്കിത് ഉപയോഗിക്കാം, പക്ഷെ ഉപയോഗിക്കുമ്പോൾ എന്ന് തുടങ്ങണം? ബ്രസ്റ്റ് ഫീഡിങ് നന്നായി പഠിച്ചതിന് ശേഷം തുടങ്ങണം. 2, ചെവിയിൽ അണുബാധ വരുന്നുള്ളതുകൊണ്ട് തന്നെ 1 വയസ്സാകുമ്പോൾ നിയന്ത്രിച്ച് തുടങ്ങണം, പറ്റാച്ച നിർത്തുക. 18 മാസമായി കഴിഞ്ഞാൽ പൂർണ്ണമായി നിർത്തുക, അല്ലെങ്കിൽ പല്ല് പൊന്തി വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ പാസിഫയർ ഉപയോഗിക്കാൻ. പാസിഫയർ ട്രാവൽ ചെയ്യുന്ന സമയത്തും പാരൻസിന് എക്സസീവായി ക്രൈ ഉള്ള കുട്ടികളെ സംബന്ധിച്ചൊക്കെ അവരുടെ പാരൻസിനെ സംബന്ധിച്ച് നല്ലൊരു ആശ്വാസമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് പൂർണ്ണമായി ഒഴിവാക്കണം എന്നൊന്നും ആരും പറയുന്നില്ല, പക്ഷേ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒരു കാര്യം കൂടി നിങ്ങൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് പറയേണ്ട നിർബന്ധമായിട്ട് പറയേണ്ട ഒന്നുണ്ട്. മറ്റൊന്നുമല്ല, ഹൈജീൻ. അതെ, പാസിഫയറിൻ്റെ ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ സാധനം തുറന്നിട്ട് നിങ്ങൾ പല സ്ഥലത്ത് വെച്ചിട്ടാണ് നേരെ കുഞ്ഞിൻ്റെ വായിൽ വെച്ച് കൊടുക്കുന്നത്. തെറ്റാണ്. അതിൻ്റെ ഹൈജീൻ എപ്പോഴും നോക്കണം. കാരണം ആ ഹൈജീനും കൂടി ഒരു കാരണമാണ് ഈ ചെവിയിലൊക്കെ അണുബാധ വരാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കുന്നത്. അപ്പോൾ ഹൈജീൻ നോക്കി ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ മനസ്സിൽ വെച്ച് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പാസിഫയർ നിങ്ങൾക്ക് നല്ലൊരു ഹെൽപ്പായിരിക്കും എക്സസീവ് ക്രൈ ഒക്കെ ഉള്ള കുട്ടികളെ സംബന്ധിച്ച്. ഞങ്ങൾ ഡോക്ടർമാർക്കും ഭയങ്കര ഹെൽപ്പാണ്. കാരണം കുട്ടികളെ പരിശോധിക്കുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ കുത്തിവെപ്പ് എടുക്കുന്ന സമയത്തൊക്കെ അത് ഒരു കരച്ചിൽ ഇല്ലാതെ ആവാൻ സഹായിക്കാറുണ്ട്. അപ്പോൾ ഇത്രയാണ് പാസിഫയറിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. അപ്പം ഈ പാരന്റിംഗ് ജേർണിയുടെ ഭാഗമാകാൻ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് കൂടെ കൂടാം. ബൈ.